ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വെറും ഒരു വാർത്ത അറിയാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ചോര തിളയ്ക്കുന്ന, ഉറക്കം കെടുത്തുന്ന ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. നമ്മുടെ അതിർത്തിക്കപ്പുറത്ത് നമ്മൾ കൈപിടിച്ചുയർത്തിയ, നമ്മൾ ചോരയും നീരും നൽകി സംരക്ഷിച്ചൊരു മണ്ണിൽ ഇന്ന് നമ്മുടെ സഹോദരങ്ങളുടെ ചോര ഒഴുകുകയാണ്. ബംഗ്ലാദേശ്. ആ പേര് ഇന്ന് ഹിന്ദുക്കളുടെ ശ്മശാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു ജനക്കൂട്ടം ആയുധങ്ങളുമായിട്ട് വന്ന് നിങ്ങളെ വളയുകയാണ്. മതനിന്ദ എന്ന പച്ചക്കള്ളം ആരോപിച്ച് നിങ്ങളെ തെരുവിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. പോലീസോ പട്ടാളമോ രക്ഷയ്ക്കില്ല, ഒറ്റിക്കൊടുക്കാനുണ്ട്. നിയമമില്ല, കോടതിയില്ല. അവിടെയുള്ളത് മതഭ്രാന്ത് മൂത്തൊരു ആൾക്കൂട്ടം മാത്രം. അവർ നിങ്ങളെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കുന്നു, ജീവനോടെ തീയിടുന്നു. ആ കാഴ്ച കണ്ട് അവർ ആർപ്പു വിളിക്കുന്നു. ഇതാണ് 2024-25 കാലഘട്ടത്തിൽ നമ്മുടെ അയൽരാജ്യത്ത് നടക്കുന്നത്. ബംഗ്ലാദേശിനോടൊരു വാക്ക്. നിങ്ങളെ ലോകഭൂപടത്തിൽ വരച്ചു ചേർത്തത് ഭാരതത്തിന്റെ കരുത്താണ്. അന്ന് 93,000 പാകിസ്ഥാൻ സൈനികരെ മുട്ടുകുത്തിച്ച ഇന്ത്യൻ സൈന്യത്തിന് ഇന്ന് ജിഹാദി റിപ്പബ്ലിക്കായി മാറുന്ന നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ അധിക സമയം വേണ്ടിവരില്ല. ഇത് 1971 ഇന്ത്യയല്ല, നരേന്ദ്രമോദിയുടെ കരുത്തുറ്റ പുതിയ ഭാരതമാണ്. ഇന്ത്യ മനസ്സ് വെച്ചാൽ, ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നാൽ ബംഗ്ലാദേശ് എന്ന പേര് ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങും. ഈ വീഡിയോ അവസാന നിമിഷം വരെ കാണുക. ഇത് ഓരോ ഹിന്ദുവിനും ഓരോ ഭാരതീയനും വേണ്ടിയുള്ള പോരാട്ടമാണ്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആരായിരുന്നു ആ 12 പേർ? അവർ ചെയ്ത കുറ്റം എന്താണ്? ഒന്നാമത് ദീപു ചന്ദ്രദാസ്. മൈമൻ സിംഗിലെ ആ ദൃശ്യം കണ്ടാൽ ഏത് കല്ലുപോലെയുള്ള ഹൃദയവും ഉരുകിപ്പോകും. ഒരു സാധാരണ മനുഷ്യൻ മതം നിന്ദിച്ചു എന്ന പച്ചക്കള്ളം ആരോപിച്ച് ഒരാൾക്കൂട്ടം അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തിന്റെ നിലവിളികൾ ആരും കേട്ടില്ല. ഒരു മരത്തിൽ കെട്ടിത്തൂക്കി അദ്ദേഹം ജീവനോടെ ഇരിക്കെ തന്നെ തീയിട്ടു. ആ ചാരത്തിൽ നിന്ന് ഉയർന്ന പുക ഇന്നും ബംഗ്ലാദേശിന്റെ ആകാശത്ത് നീതി ചോദിക്കുന്നുണ്ട്. അടുത്തത് അമൃത് മോണ്ടൽ. രാജ്ബാരിയിൽ കൊല്ലപ്പെട്ട അമൃത് മോണ്ടലിന്റെ ശരീരത്തിൽ ഒരു ഭാഗം പോലും മുറിവേൽക്കാത്തതായി ഉണ്ടായിരുന്നില്ല. കൊന്നു തള്ളിയ ശേഷം സർക്കാർ പറഞ്ഞത് അദ്ദേഹം കുറ്റവാളിയായിരുന്നു എന്നാണ്. ചോദിക്കട്ടെ, ഒരാൾ കുറ്റവാളിയാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് തെരുവിലെ ജിഹാദികളാണോ? ദിലീപ് ബോർമൻ, പ്രന്തോഷ് കൊർമകൾ, അതുപോലെ ഉൽപ്പൽ സർക്കാർ, സോഗേഷ് ചന്ദ്ര റോയ്, സുബോർണ റോയ്, ശാന്തോദാസ്, റിപ്പൺ കുമാർ സർക്കന്ദർ, പ്രതാപ് ചന്ദ്ര, സുധാൻ ചന്ദ്ര, പോളൻ ചന്ദ്ര, ഈ പേരുകൾ കേവലം അക്കങ്ങളല്ല, അവർ നമ്മുടെ കുടുംബാംഗങ്ങളാണ്. ഓരോ കൊലപാതകവും ആസൂത്രിതമാണ്. രാഷ്ട്രീയ അസ്ഥിരതയുടെ മറവിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം. ബംഗ്ലാദേശിലെ ജിഹാദി ഗ്രൂപ്പുകൾ ഇന്ന് ഗ്രാമങ്ങളിലേക്ക് ഇരച്ചു കയറുന്നു, ക്ഷേത്രങ്ങൾ തകർക്കുന്നു, വിഗ്രഹങ്ങൾ ഉടയ്ക്കപ്പെടുന്നു. അവിടെയുള്ള ഹിന്ദു സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകൾ വിവരിക്കാൻ വാക്കുകളില്ല. ഈ ഡിസംബർ മാസം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കണ്ണുനീരിന്റെ മാസമാണ്. എന്തുകൊണ്ടാണ് മതനിന്ദ എന്ന വാക്ക് ഇത്രയധികം ഉപയോഗിക്കപ്പെടുന്നത്? അതൊരു ലൈസൻസ് ആണ്. ഒരു ഹിന്ദുവിനെ കൊല്ലാൻ, അയാളുടെ വീട് കയ്യേറാൻ, അയാളുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ജിഹാദികൾ കണ്ടെത്തിയ എളുപ്പവഴി. ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുക, പിന്നെ നാട് മുഴുവൻ മൈക്കിലൂടെ അറിയിക്കുക, ഇതാ ഒരു ഹിന്ദു നമ്മുടെ മതത്തെ, നമ്മുടെ അള്ളാഹുവിനെ അപമാനിച്ചിരിക്കുന്നുവെന്ന്. അവിടെ പിന്നെ പോലീസിന് സ്ഥാനമില്ല, നിയമത്തിന് സ്ഥാനമില്ല, അന്വേഷണമോ വിചാരണയോ ഇല്ലാതെ ആൾക്കൂട്ടം വിധി നടപ്പാക്കുന്നു. ഇത് മധ്യകാലത്തെ ക്രൂരതയാണ്. ഈ ക്രൂരതയ്ക്ക് ഭരണകൂടം മൗനാനുവാദം നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. മുഹമ്മദ് യൂനുസ് എന്ന സമാധാന നോബൽ സമ്മാന ജേതാവ് നയിക്കുന്ന ഇടക്കാല സർക്കാർ ജിഹാദികളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഈ ഇരട്ടത്താപ്പ് ലോകം കാണണം. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെയുണ്ട്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിന് പിന്നിൽ പാകിസ്ഥാനും ചൈനയും കളിച്ച കളി ഇന്ന് വ്യക്തമാണ്. ഇന്ത്യയെ വളയാൻ നമ്മുടെ അതിർത്തിയിലെ ഒരു ശത്രുരാജ്യത്തെ അവർ പടുത്തുയർത്തുകയാണ്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി സംഘടനകൾ എന്ന പേരിൽ തെരുവിലിറങ്ങുന്നവർ യഥാർത്ഥത്തിൽ ISIS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ്. അതെ, പച്ചയ്ക്ക് പറഞ്ഞാൽ തീവ്രവാദികളാണവർ. അവർക്ക് ഹിന്ദുക്കളോടുള്ള വിദ്വേഷം കേവലം മതപരമല്ല, അത് രാഷ്ട്രീയമാണ്. ഹിന്ദുക്കളെ ഇന്ത്യൻ ഏജന്റുകൾ എന്ന് വിളിച്ച് വംശഹത്യ നടത്തുന്നു. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ജയിലിലടയ്ക്കുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ആരെയും അവർ ശത്രുക്കളായി കാണുന്നു. ജിഹാദി മൗലികവാദം ഒരു ക്യാൻസർ പോലെ ബംഗ്ലാദേശിനെ കാർന്നു തിന്നുകയാണ്. അവിടെ ഒരു മതേതര സമൂഹമില്ല. അവിടെയുള്ളത് മതഭ്രാന്തന്മാരുടെ ഒരു കൂട്ടം മാത്രമാണ്. ഈ സാഹചര്യം തുടർന്നാൽ ബംഗ്ലാദേശ് മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറും, അല്ലെങ്കിൽ പാകിസ്ഥാനായി മാറും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി നമുക്ക് ഭാരതത്തിന്റെ ഭാഗത്തേക്ക് വരാം. ജിഹാദികൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ കളിക്കുന്നത് പഴയ ഇന്ത്യയോടല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ലോകം അംഗീകരിക്കുന്ന വിശ്വഗുരു നരേന്ദ്രമോദിയാണ്. ഭാരതത്തിന്റെ സൈനിക കരുത്ത് ഇന്ന് ലോകത്ത് 3ാം സ്ഥാനത്താണ്. നമ്മുടെ പക്കൽ റഫാൽ വിമാനങ്ങളുണ്ട്, ബ്രാഹ്മോസ് മിസൈലുകളുണ്ട്, ആധുനികമായ അന്തർവാഹിനികളുണ്ട്. അതിനെല്ലാം ഉപരി ശത്രുവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട് ഉതിർക്കാൻ മടിക്കാത്ത ധീരന്മാരായ സൈനികരുണ്ട്. സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ കയറി അടിച്ചത് നിങ്ങൾ മറന്നു. ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് പട്ടാളത്തെ തുരത്തിയത് നിങ്ങൾ മറന്നു. ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് ഇന്ത്യ ആണെങ്കിൽ, ആ സൃഷ്ടിക്ക് ഇന്ത്യയോടും ഇന്ത്യയുടെ മക്കളോടും ശത്രുതയാണെങ്കിൽ അത് അവസാനിപ്പിക്കാനും ഇന്ത്യക്കറിയാം.
ഇന്ത്യ മനസ്സ് വെച്ചാൽ ബംഗ്ലാദേശിന് നൽകുന്ന വൈദ്യുതി നിലയ്ക്കും, വെള്ളം നിലയ്ക്കും, ഭക്ഷണ സാധനങ്ങൾ നിലയ്ക്കും. ഒരു രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ നിലനിൽപ്പ് തന്നെ ഭാരതത്തിന്റെ കയ്യിലാണ്. അത് മറന്ന് ഹിന്ദുക്കളെ തൊടാൻ വന്നാൽ പിന്നെ നിങ്ങൾ കാണുന്നത് ഭാരതത്തിന്റെ വിശ്വരൂപമായിരിക്കും. ശത്രുക്കളെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നിൽക്കാൻ ഇന്ത്യയുടെ സൈനിക വ്യൂഹത്തിന് അധിക സമയം ഒന്നും വേണ്ട. ഒരു കണ്ണടച്ച് തുറക്കുന്ന ഗ്യാപ്പിൽ നിങ്ങളുടെ അവിടെ തവിട് പൊടിയാവും. ലോകം എവിടെയാണ്? ഫലസ്തീനിലെ ഒരു കെട്ടിടം തകർന്നാൽ കണ്ണീരൊഴുക്കുന്ന മനുഷ്യാവകാശ സംഘടനകൾ എവിടെ? ബംഗ്ലാദേശിലെ ഹിന്ദു പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ നിങ്ങളുടെ നാവുകൾ എവിടെ പോയി ഒളിച്ചു? ഇത് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ്. ഹിന്ദുക്കളുടെ ജീവന് വിലയില്ല എന്ന് കരുതുമ്പോൾ തെറ്റായ പാഠമാണ് പഠിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ജിഹാദി രാഷ്ട്രമായി മാറുന്ന ബംഗ്ലാദേശിനെതിരെ ഓരോ ഭാരതീയനും ശബ്ദമുയർത്തണം. നമ്മുടെ ന്യൂനപക്ഷ സഹോദരങ്ങളെ സംരക്ഷിക്കാൻ ഭാരത സർക്കാർ ഏതറ്റം വരെയും പോകുമെന്ന് നരേന്ദ്രമോദിജി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അഖണ്ഡ ഭാരതത്തിന്റെ സ്വപ്നം കാണുന്നവർക്ക് ബംഗ്ലാദേശിലെ ഈ അനീതി സഹിക്കാനാകില്ല. ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് ഇന്ന് ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ആ കരുത്ത് നമ്മുടെ സഹോദരങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടി വന്നാൽ ആരും അത് തടയാനുണ്ടാകില്ല. ബംഗ്ലാദേശിലെ ഓരോ തുള്ളി ന്യൂനപക്ഷത്തിന്റെ രക്തത്തിനും കണക്ക് ചോദിച്ചിരിക്കും. ഇതുറപ്പാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിലെ കൊടും ക്രൂരതകൾക്ക് അന്ത്യം കുറിക്കാനുള്ള സമയമായി. ഒന്നുകിൽ അവിടുത്തെ ഭരണകൂടം ഈ ജിഹാദികളെ അടിച്ചമർത്തണം, അല്ലെങ്കിൽ ഭാരതം ആ ദൗത്യം ഏറ്റെടുക്കും. ശത്രുക്കളുടെ ശവപ്പറമ്പായി ബംഗ്ലാദേശ് മാറുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ തൊടുന്നത് നിർത്തുക. ഭാരതം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ സമാധാനം ഭീരുത്വമല്ല. സിംഹം ഉറങ്ങുകയാണെന്ന് കരുതി അതിന്റെ രോമത്തിൽ പിടിച്ചു വലിക്കാൻ നിൽക്കരുത്. സിംഹം കണ്ണു തുറന്നാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരിടവും ഉണ്ടാകില്ല. മോദി സർക്കാരിന്റെ ശക്തിയിൽ വിശ്വസിക്കുക. നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തിരികെ കൊണ്ടുവരണം. അവരെ സംരക്ഷിക്കണം. ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുക. ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ഈ രോഷം പടരണം. സോഷ്യൽ മീഡിയയിൽ ഇത് തരംഗമാകട്ടെ. ലോകം കാണട്ടെ ബംഗ്ലാദേശിന്റെ യഥാർത്ഥ മുഖം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. നമ്മൾ ഒന്നിച്ചാൽ മാറ്റം ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.